ഹായ് സ്റ്റുഡൻസ്, ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1. The fireman gave an award to Dilna. She became very happy and she wrote her feelings in her diary. What would be her diary entry? അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ആ ഫയർമാൻ ദിൽനയെ വിളിച്ചിട്ട് അവൾക്കൊരു അവാർഡ് കൊടുക്കുകയാണ്. അന്നേ ദിവസം അവളെന്താണ് വളരെയധികം ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് തോന്നിയ കാര്യങ്ങൾ അവൾ തൻ്റെ ഡയറിയിൽ എഴുതുകയാണ്. അപ്പോൾ ആ ഡയറി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്, അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, ഡേ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റാർട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഡയറീനെ എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഡയറി എന്ന് കൊടുക്കാം. പിന്നെ ജൂൺ 25, 2025 മൺഡേ ഒരു ഡേറ്റും അതുപോലെ തന്നെ ഡേയും കൊടുക്കാം. ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ. ഞാൻ ഇന്നെന്താണ് ഒരു യഥാർത്ഥ ഹീറോ ആയി മാറി. ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ എവർ. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഐ സേവ്ഡ് മോമി ഫ്രം എ ബിഗ് ഡേഞ്ചർ. ഞാൻ എൻ്റെ മദറിനെ എന്താണ് ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചു. ഐ കാൾഡ് 101 ഫോർ ഹെൽപ്പ് ആൻഡ് ദ ഫയർമെൻ കെയിം ആൻഡ് ഹെൽപ്പ് മൈ മദർ. എന്താണ് ചെയ്തത്, ഞാൻ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ 101 വിളിച്ച് ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ ഫയർമെൻ വന്ന് എൻ്റെ അമ്മയെ രക്ഷിച്ചു എന്ന് അവൾ പറയാണ്. ഐ എം സോ ഹാപ്പി ബിക്കോസ് ദ ഫയർമെൻ ഗേവ് മീ ആൻ അവാർഡ്. മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്, കാരണം ഫയർമെൻ എനിക്കെന്താണ് അവരെല്ലാവരും എന്നെ വിളിച്ച് ഒരു അവാർഡ് നൽകി. ദേ സെറ്റ് ഐ ആം എ ബ്രേവ് ഗേൾ. ഞാനൊരു ധൈര്യശാലിയായ കുട്ടിയാണ് എന്ന് അവർ പറഞ്ഞു. മോമി ഈസ് സോ പ്രൗഡ് ഓഫ് മീ. അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്താണ് എന്നെക്കുറിച്ച് വളരെയധികം അഭിമാനവും തോന്നുന്നുണ്ട്. ഐ ഫീൽ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എനിക്ക് സ്വയം സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഐ എം ഗ്ലാഡ് ഐ കുഡ് ഹെൽപ്പ് മോമി. അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞതിൽ, അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലവ്, ദിൽന. ഇതുപോലെ സിമ്പിളായിട്ട് ഡയറി എഴുതാം. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ്, എന്തൊക്കെ ഡയറിയിൽ വേണം, എങ്ങനെ ഡയറി എഴുതാം എന്നുള്ളതൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതി വായിച്ച് പഠിക്കണം. Then activity 2. Read the following sentences and check whether they are true or false. Color the appropriate boxes. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസസ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് ആ കള്ളിയിൽ കളർ ചെയ്യാനാണ്. ദിൽന ആൻഡ് ഐസക് വർ പ്ലേയിങ് ഇൻ ദ ലിവിങ് റൂം. ദിൽനയും ഐസക്കും ലിവിങ് റൂമിൽ കളിക്കുമായിരുന്നു. ആയിരുന്നോ? അല്ല, ദിൽനയും ഐസക്കും എവിടെയായിരുന്നു? ബാക്ക് യാർഡിലായിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ കറക്റ്റായിട്ട് എങ്ങനെ എഴുതാം? ദിൽന ആൻഡ് ഐസക് വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ് എന്ന് കൊടുക്കണം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്ക്. ദ ഫയർമെൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹെർ അപ്പ്. ഫയർമെൻ ദിൽനയുടെ അമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്തു അവിടെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. ശരിയാണ് അല്ലേ, കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൂ ആണ്. ആ ബോക്സിന് കളർ ചെയ്യാം. ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ മദർ. തൻ്റെ അമ്മയുമൊത്ത് കളിച്ചിരുന്ന ഗെയിം ദിൽന ഓർത്തിരുന്നു. അമ്മയൊത്താണോ ഗെയിം കളിച്ചത്? അല്ല, ആ സെൻറ്റൻസ് തെറ്റാണ്. ഫാൾസ് എന്ന കള്ളിയിലാണ് കളർ ചെയ്യേണ്ടത്. അപ്പോൾ എന്നെ ശരിയാക്കിയിട്ട് എങ്ങനെ എഴുതാം? ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു ആ ഗെയിം കളിച്ചിരുന്നത്. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ഒരു അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അവളെ ഫയർ സ്റ്റേഷനിലേക്ക് അവർ ക്ഷണിച്ചു. ശരിയാണല്ലേ. അപ്പോൾ ട്രൂ എന്ന കോളത്തിൽ കളർ ചെയ്യണം. ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. തൻ്റെ പാസ്റ്റിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൊണ്ടാണ് അവൾ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്തതാണോ? അല്ല, അവളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് മുമ്പേ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ സെൻറ്റൻസ് എന്താണ്? ഒരു തെറ്റാണ്. ഫാൾസ് എന്ന കോളത്തിൽ കളർ ചെയ്യണം. ഇനി അതിന് ശരിയാക്കിയിട്ട് എങ്ങനെ എഴുതാം? ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ലെസൺ. അല്ലെ, ഗ്രാൻഡ് മദർ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്നാണ് അവിടെ ആ ഒരു 101 വിളിച്ചതും ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തതും. ഇപ്പോൾ ഏതൊക്കെ സെൻറ്റൻസാണ് ട്രൂ, ഏതൊക്കെ സെൻറ്റൻസാണ് ഫാൾസ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫാൾസ്, തെറ്റായ സെൻറ്റൻസിനെ എങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതാമെന്നും പറഞ്ഞു. കറക്റ്റ് ദ ഫാൾസ് സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങൾ ടെക്സ്റ്റിൽ താഴെയായിട്ട് കാണുന്ന സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തെറ്റായ സെൻറ്റൻസസ് ശരിയാക്കി എഴുതണം. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഞാൻ റെഡ് കളർ വെച്ചിട്ട് ശരിയാക്കി എഴുതിയിട്ടുണ്ട്. ആ സെൻറ്റൻസിനെ നിങ്ങൾ എടുത്ത് താഴെയുള്ള സ്പേസിൽ എഴുതണം. Now activity 3, let's read a notice. ഇവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്.
നോട്ടീസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോട്ടീസസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നോട്ടീസ് എഴുതുക? ആദ്യം നോട്ടീസ് എന്ന് കൊടുത്തു, പിന്നെ ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ. അവർ ലിറ്റിൽ ഹീറോയെ ഒന്ന് പ്രശംസിക്കുക. GLPS ശ്രീപുരം സ്പേസ് എവിടെയാണ് നടക്കുന്നത് പ്ലേസ് കൊടുത്തു. പിന്നെ ഓൺ 12 ജാനുവരി 2025 at 2 PM ഏത് ദിവസം ഏത് സമയം എന്നുള്ളത് കൊടുത്തു. പിന്നെ വെന്യൂ എന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് നടക്കുന്നു, സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ GLPS ശ്രീപുരം എന്ന് പറഞ്ഞ സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ നോട്ടീസാണത്. പിന്നെ നോട്ടീസിൽ വേറെ എന്താ എഴുതിയിട്ടുള്ളത്, എന്ത് പ്രോഗ്രാമാണ് എന്ന് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് അഭിസംബോധന ചെയ്യണം. വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ശ്രുതി, ദ റെസിപ്പിയൻ്റ് ഓഫ് ഉജ്ജ്വല ബാല്യം അവാർഡ്. അപ്പോൾ എന്താണ്, ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എന്ത് പ്രോഗ്രാമാണ്? ശ്രുതി എന്ന് പറഞ്ഞൊരു കുട്ടി ഉജ്ജ്വല ബാല്യം അവാർഡ് കിട്ടിയ ശ്രുതിനെ ഒന്ന് അനുമോദിക്കാനുള്ള പ്രോഗ്രാമാണ്. ഫോർ ഡെവലപ്പിംഗ് എ ലേണിംഗ് ആപ്പ് ഫോർ സെൽഫ് സ്റ്റഡി. എന്തിനാണ് ശ്രുതിക്ക് അവാർഡ് കിട്ടിയത്? ഒരു ആപ്പ്, പഠനത്തിന് സഹായിക്കാനുള്ള ഒരു ആപ്പ് അവൾ നിർമ്മിച്ചു. അതിന് വേണ്ടിയിട്ടാണ് അവൾക്ക് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പ്രോഗ്രാമാണ്, എന്തിനുള്ള പ്രോഗ്രാമാണ് എന്നുള്ളത് ഷോർട്ടായിട്ട് അവിടെ പറഞ്ഞു. ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ഇനി പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ, ഉദ്ഘാടനം ആരാ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് കൊടുത്തു. അതിനുശേഷം എന്താണ്, ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം, എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ആ ഒരു നോട്ടീസ് അച്ചടിച്ച പ്ലേസ്, അതുപോലെ തന്നെ ഡേറ്റ് കൊടുത്തു. ശ്രീപുരം 1 ജാനുവരി 2025. പിന്നെ അത് ആരാണ് ഇറക്കിയത്? ഹെഡ് മാസ്റ്റർ GLPS ശ്രീപുരം. ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു നോട്ടീസിൽ ഉള്ളത്. അപ്പം നോട്ടീസ് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം, എന്തൊക്കെ സ്റ്റെപ്സാണുള്ളത് എന്നൊക്കെ ഈ ഒരു നോട്ടീസ് നോക്കിയിട്ട് എല്ലാവരും മനസ്സിലാക്കണം ആദ്യം. വാട്ട് ഈസ് ദ നോട്ടീസ് എബൌട്ട്? ഈ നോട്ടീസ് എന്തിനെ കുറിച്ചായിരുന്നു? ആ ഒരു സ്കൂളിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്രോഗ്രാം? ആ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? തലക്കെട്ട് ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ അല്ലേ? ലിറ്റിൽ ഹീറോയെ ഒന്ന് ഹോണർ ചെയ്യുക, അനുമോദിക്കുക, അതായിരുന്നു ആ ഒരു പ്രോഗ്രാമിൻ്റെ തലക്കെട്ട്. വേർ ഇസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ഹെൽഡ്? എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്? എവിടെ? ഈ ഒരു നോട്ടീസിൽ പറഞ്ഞു സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത്. വെന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തത് എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് എന്നാണ്. അപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇനിയോ, ഹൂ വിൽ ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം? ആരാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്? അത് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ ഈ നോട്ടീസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? എന്ത് പ്രോഗ്രാമാണ് നടക്കുന്നത്, അത് എവിടെ വെച്ച്, എപ്പോൾ, എന്ന് നടക്കുന്നു, ആര് ഉദ്ഘാടനം ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഒരു നോട്ടീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ. ദിൽന ബിക്കെയിം എ ഹീറോ. ഷി വാസ് ഇൻവൈറ്റഡ് ടു ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് എൻ അവാർഡ്. ഈ ഒരു സ്റ്റോറിയിൽ ദിൽന ഒരു ഹീറോ ആവുകയും ഒരു അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ ആ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ആ നോട്ടീസിൻ്റെ വെന്യൂ, എവിടെയാണ് നടക്കാൻ പോകുന്നത് പ്രോഗ്രാം? ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാൾ. അതിൻ്റെ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ആരാണ് ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരാളെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് കളക്ടർ. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. നോട്ടീസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇതിൻ്റെ തൊട്ട് മുമ്പേ കൊടുത്ത നോട്ടീസ് നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പുതിയ നോട്ടീസ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നോട്ടീസിൻ്റെ സ്റ്റെപ്പുകൾ, അതിൽ ഓരോ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിരിക്കണം എന്നുള്ളതൊക്കെ എല്ലാവരും ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഈ നോട്ടീസിനെ എഴുതി നന്നായിട്ട് വായിച്ചൊക്കെ പഠിച്ച് വെക്കണം എല്ലാവരും. അപ്പോൾ നമുക്ക് നോട്ടീസ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം എന്താണ്, നോട്ടീസ് എന്ന് കൊടുക്കാം. പിന്നെ ഒരു തലക്കെട്ട് വേണ്ടേ? അവാർഡ് ഫോർ ബ്രേവറി എന്ന് കൊടുക്കാം, ധീരതയ്ക്കുള്ള അവാർഡ്. സ്ഥലം എവിടെയാണ്? ചെറുവപ്പാടി. പിന്നെ ഡേറ്റ് കൊടുത്തു 10 ജൂലൈ 2025. സമയം കൊടുത്തു 10 മണി. ദെൻ വെന്യൂ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാൾ. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരെയും ഒന്ന് അഭിസംബോധന ചെയ്തു. വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ദിൽന who courageously saved her mother in an emergency situation. അപ്പോൾ എന്ത് പ്രോഗ്രാമാണ്? ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ, ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്. ഇതിനുള്ളതാണ്
ടു ഹോണർ ദിൽന, ദിൽനയെ ഒന്ന് അനുമോദിക്കാനാണ്. ദിൽന ആരായിരുന്നു? ഹു കറേജിയസ്ലി സേവ്ഡ് ഹെർ മദർ ഇൻ എൻ എമർജൻസി സിറ്റുവേഷൻ. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ ധൈര്യപൂർവ്വം തൻ്റെ അമ്മയെ സേവ് ചെയ്ത ഒരു ഹീറോ ആയിട്ടുള്ള കുട്ടിയാണ് ദിൽന. അപ്പോൾ അവളെ അനുമോദിക്കാനുള്ള ഒരു ചടങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇപ്പോൾ എന്ത് പ്രോഗ്രാമാണ് എന്ന് കൊടുത്തു. ഇനി പ്രോഗ്രാം ആരാ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് കൊടുക്കാം. ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ഹോണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ. പ്രോഗ്രാം ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രോഗ്രാമിലെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. പിന്നെ എന്താണ്? ഈ ഒരു നോട്ടീസ് വായിക്കുന്ന എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്ന രീതിയിൽ ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം എന്ന് കൊടുക്കാം. അതിനുശേഷം എന്താണ്? ഈ ഒരു നോട്ടീസ് അടിച്ച ആ ഒരു പ്ലേസും അതിൻ്റെ ഡേറ്റും കൊടുക്കാം. ചെറുവപ്പാടി ആ ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് ദിവസം മുമ്പായിരിക്കുമല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ഡേറ്റ് കൊടുക്കാം. പിന്നെ ഈ നോട്ടീസ് അച്ചടിച്ച് വന്നത് ആരായിരിക്കാം? ഇപ്പോൾ ഫയർ സ്റ്റേഷനിലല്ലേ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫയർ ഓഫീസർ, ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നൊരു നോട്ടീസ്. ഇതെല്ലാവരും നന്നായിട്ട് വായിച്ചും എഴുതിയൊക്കെ പഠിക്കണം ഓരോ സ്റ്റെപ്സും. ആദ്യം എന്ത് കൊടുക്കണം, പിന്നെ ടൈറ്റിൽ കൊടുക്കുന്നത്, പ്ലേസ്, ഡേറ്റ്, ടൈം, വെന്യൂ, പിന്നെ കണ്ടൻറ്റ് എങ്ങനെ കൊടുക്കണം, അതിൻ്റെ അവസാനം എന്ത് കൊടുക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് എല്ലാവരും പഠിക്കണം. ആക്ടിവിറ്റി 4. ദ ഫയർമെൻ ഹെൽപ്പ് ദിൽനാസ് മദർ വേക്ക് അപ്പ്. ദിൽന വിഷ് ടു താങ്ക് ദം. അപ്പോൾ ആ ഒരു ഫയർമെൻ ആളുകൾ വന്നിട്ട് ദിൽനയുടെ അമ്മയെ അവിടുന്ന് എണീക്കാൻ സഹായിച്ചില്ല, അമ്മയെ ഹെൽപ്പ് ചെയ്തു. ദിൽനയ്ക്ക് ആ ഒരു ഫയർമാനെ വിളിച്ചൊരു നന്ദി പറയണമെന്ന് ആഗ്രഹം തോന്നുകയാണ്. ഷീ മെയ്ഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ. അവൾ ആ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വിളിക്കുകയാണ്. ഇനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഓഫീസർ ഇൻ ദ ക്ലാസ്. ആ ഒരു ഫോൺ ചെയ്യുമ്പോൾ ദിൽനയും ആ ഫോൺ എടുക്കുന്ന ലേഡി ഓഫീസറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളോട് ആക്ട് ചെയ്യാനാണ് ക്ലാസ് റൂമിൽ. ഒരാൾ ദിൽനയാവുക, വേറൊരാളെന്നാണ് ആ ഒരു ഓഫീസറുമായിട്ട് ആക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ഓഫീസർ. അതുപോലെ തന്നെ ദിൽനയും ആ ഓഫീസറും തമ്മിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു കോൺവെർസേഷൻ എഴുതുകയും വേണം. അപ്പോൾ ആദ്യം ഒരു കോൺവെർസേഷൻ എഴുതി നോക്കാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്ലാസ്സിൽ ഇനാക്ട് ചെയ്യുക. ആദ്യത്തെ 2 ഡയലോഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹലോ മാഡം, ഐ എം ദിൽന കാളിംഗ് ഫ്രം ചെറുവപ്പാടി. ഞാൻ ദിൽനയാണ്, ചെറുവപ്പാടി എന്നാണ് വിളിക്കുന്നത്. ഹോ ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന. അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്, എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങളെന്ന് ചോദിക്കുകയാണ്. ദിൽന, ഐ എം ഫൈൻ മാം, ഐ എം ഫൈൻ മാഡം, ഐ കാൾ ടു സേ താങ്ക് യു. ഫൈൻ, ഞാൻ നന്നായിരിക്കുന്നു, എനിക്ക് സുഖമാണ്. ഞാൻ എന്തിനാണ് വിളിച്ചത്? നിങ്ങളോടൊരു താങ്ക്സ് പറയാനാണ് ഞാൻ വിളിച്ചത്. താങ്ക് യു ഫോർ വാട്ട് ഡിയർ? നന്ദിയോ? എന്തിനാ നന്ദിയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഒരു ഓഫീസർ. അപ്പോൾ ദിൽന എന്താ പറയുന്നത്? യു ആൻഡ് യുവർ ടീം ഹെൽപ്പ് മൈ മദർ, ഷീ ഇസ് ബെറ്റർ നൗ. നിങ്ങളും നിങ്ങളുടെ ടീമും എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്തു. അമ്മ ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ്. ഷീ ഇസ് ബെറ്റർ, അമ്മ ഇപ്പോൾ ഓക്കെയാണ് എന്ന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ റേഡിയോ ഓഫീസർ എന്താ പറയുന്നത്? ദാറ്റ്സ് സോ നൈസ് ടു ഹിയർ, ഐ എം ഹാപ്പി യുവർ മദർ ഇസ് ഫൈൻ. അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്, അമ്മ നന്നായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് അവർ പറയാണ്. ദിൽന അപ്പം എന്താ ഫോണിലൂടെ പറയുന്നത്? യെസ് മാഡം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് അവൾ പറയാണ്. ഓഫീസർ തിരിച്ച് പറയുന്നു, യു ആർ വെൽക്കം ദിൽന, ടേക്ക് കെയർ. വെൽക്കം, ടേക്ക് കെയർ എന്ന് പറഞ്ഞ് ആ ഒരു ഫോൺ അവർ കട്ട് ചെയ്യണം. ആ ഒരു സംഭാഷണം കട്ട് ചെയ്തു കളഞ്ഞു. ഇനി ഈ ഒരു ഡയലോഗ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കുക. Then 5th activity, activity 5. Here are some pictures which show some emergency situation. Identify the situations. ഇവിടെ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ 4 പിക്ചറുകൾ എന്താണ്? ഓരോ എമർജൻസി സിറ്റുവേഷനുകളാണ്, ഓരോ അപകടം നിറഞ്ഞ സിറ്റുവേഷനാണ്. അത് ഏതൊക്കെ സിറ്റുവേഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? പുറകിൽ തീയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ബിൽഡിങ്ങിലോ എവിടെയെങ്കിലുമൊക്കെ തീ പിടിച്ച ഒരു ഫയർ ആക്സിഡൻ്റ് ആവാം. രണ്ടാമത്തെ എന്താണ്? പിക്ചറിന് വ്യക്തമായിട്ട് അറിയാം, റോഡ് ആക്സിഡൻ്റ് ആണ് അല്ലേ? ഇനി മൂന്നാമത്തെ എന്താണ്? ഒരു കിച്ചണാണ്, ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ഗ്യാസൊക്കെ പൊട്ടിത്തെറിച്ച പോലെ ഒരു പിക്ചറാണ് മൂന്നാമത്തെ. നാലാമത്തെ എന്താണ്? ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി പോവാണ്, ഡ്രൗണിങ് എന്നാണ് അതിന് പറയുക. വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻ വി മസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, റൈറ്റ് ദം ബിലോ. ഇനി ഈ 4 സിറ്റുവേഷൻ അല്ലാതെ വേറെ എന്തൊക്കെ സിറ്റുവേഷൻസ് ആയിരിക്കാം ലൈഫിൽ ഇതുപോലെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക? അത്തരത്തിലുള്ള കുറച്ച് സിറ്റുവേഷൻസിന് എഴുതാനാണ്.
ഇപ്പോൾ ആ പിക്ചറിൽ കണ്ട 4 ആദ്യം എഴുതിയിട്ടുണ്ട്. ഫയർ ആക്സിഡൻറ്റ്, തീപിടുത്തം, റോഡ് ആക്സിഡൻറ്റ്, പിന്നെ ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ്, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്, then ആ ഒരു വെള്ളത്തിൽ മുങ്ങുന്നതിന് ഡ്രൗണിങ് എന്ന് പറയാം. ഇനി അതല്ലാതെ വേറെ എന്തൊക്കെ കൊടുക്കാം? ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാം അല്ലേ, ആർക്കെങ്കിലും ഷോക്ക് അടിക്കുന്നത്. ദെൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. പിന്നെന്താണ്? എ പേഴ്സൺ ഫാൾസ് ഫ്രം എ ട്രീ, ഒരു മരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉയരമുള്ളൊരു സ്ഥലത്ത് നിന്നെങ്കിലും ഒരാൾ വീഴുന്ന തരത്തിലുള്ള അപകടങ്ങളുണ്ടാവാം. എ പേഴ്സൺ ഇസ് ബിറ്റൻ ബൈ എ സ്നേക്ക് ഓർ ഡോഗ്, പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു എമർജൻസി സിറ്റുവേഷനാണ് ഇതിലൊരാളെ പാമ്പ് കടിക്കുക അല്ലെങ്കിൽ ഡോഗ് നായയൊക്കെ കടിക്കുന്ന സിറ്റുവേഷൻസൊക്കെ. ഇതുപോലെ മറ്റുള്ള എമർജൻസി സിറ്റുവേഷൻസും കൂടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ദെൻ ആക്ടിവിറ്റി 6, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കെയർഫുള്ളി. അവിടെ ദിൽനയും ഐസക്കും കളിക്കുന്ന പിക്ചർ ഉണ്ട് അല്ലേ, അതിനെക്കുറിച്ചൊരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദിൽന ആൻഡ് ഹെർ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ഷി റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അവർ രണ്ടുപേരും എന്താണ് ബാക്ക് യാർഡ് കളിക്കുകയായിരുന്നു, പെട്ടെന്ന് അവൾ പോയിട്ട് ഡോറ് തുറന്നു. അവിടെ കുറച്ച് വേർഡ്സിൻ്റെ അടിയിൽ വരെ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദിൽന, ബാക്ക് യാർഡ്, ഡോർ. ഈ 3 വേർഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് നെയിമിംഗ് വേർഡ്സ്. ദേ ആർ കോൾഡ് നെയിമിംഗ് വേർഡ്സ്. ഇനി എന്താണ് നെയിമിംഗ് വേർഡ്സ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. അപ്പോൾ നെയിമിംഗ് വേർഡ്സ് എന്താണ്? നെയിംസ് ഓഫ് പീപ്പിൾ, ആളുകളുടെ പേരാവാം. നെയിംസ് ഓഫ് പ്ലേസസ്, സ്ഥലങ്ങളുടെ പേരാവാം. അല്ലെങ്കിൽ അനിമൽസ്, മൃഗങ്ങളുടെ പേരാവാം. തിങ്സ്, എന്തെങ്കിലും വസ്തുക്കളുടെയൊക്കെ പേരാവാം. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള മനുഷ്യർ, സ്ഥലങ്ങൾ, മൃഗങ്ങൾ, പല വസ്തുക്കളുടെയൊക്കെ പേരുകളെയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കൂടുതൽ നെയിമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ്. ഐസക് ഒരാളുടെ പേരാണ്, അതൊരു നെയിമിംഗ് വേർഡാണ്. ദെൻ കിച്ചൺ ഒരു പ്ലേസിൻ്റെ പേരാണ് അല്ലേ, അപ്പോൾ അതൊരു നെയിമിംഗ് വേർഡാണ്. പിന്നെ കുക്കീസ്, പ്ലേറ്റ്, ടേബിൾ, ഇതൊക്കെ എന്താണ്? ഓരോ വസ്തുക്കളാണ്, അതൊക്കെ നെയിമിംഗ് വേർഡ്സാണ്. മദർ, ഗ്രാൻഡ് മദർ, ഫയർമാൻ, ഇതൊക്കെ ഓരോ ആളുകളാണ്, അതൊക്കെ നെയിമിംഗ് വേർഡിൽ വരുന്നതാണ്. പിന്നെ എന്ത് പറയാം? ലിവിങ് റൂം, അതൊരു പ്ലേസാണ്. ഫോൺ ഒരു വസ്തുവാണ്. അപ്പോൾ ഇതുപോലെ ആളുകളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, മൃഗങ്ങളുടെ പേര്, വസ്തുക്കളുടെ പേരൊക്കെയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് അറിയപ്പെടുന്നത്. Then 7th activity, look at the following picture and fill in the blanks with suitable action words. ഈ പിക്ചേഴ്സ് നോക്കിക്കൊണ്ട് അവിടെ ഫില്ല് ചെയ്യാൻ ആ ബ്ലാങ്കുകളിൽ വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ്? ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രവൃത്തിയാണ് അല്ലേ. അതിൽ ഒന്നാമത്തെ വ്യക്തിയിൽ എന്താ ചെയ്യുന്നത്? ദിൽന വള്ളിച്ചാട്ടം ചാടുകയാണ്. ആ വള്ളി ചാടുന്നത് നമ്മൾ സ്കിപ്പിംഗ് എന്നാണ് പറയുക. സോ ദിൽന ഈസ് സ്കിപ്പിംഗ്. രണ്ടാമത്തെ എന്താണ്? ഐസക് ഈസ് ഡാഷ് ദ ട്രീ, മരത്തിൽ കയറുക എന്നുള്ളതിന് ക്ലൈംബിംഗ് എന്നാണ് പറയുക. ഐസക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. ദെൻ നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ദിൽന ഈസ് ഡാഷ് ദ ബുക്ക് എന്താ ചെയ്യുന്നത്? വായിക്കുകയാണ്. വായിക്കുക എന്നുള്ളത് റീഡിങ്. ദിൽന ഈസ് റീഡിങ് ദ ബുക്ക്. ദേ ആർ ഡാഷ് ഫാസ്റ്റ്, അവർ ഫാസ്റ്റായിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുക എന്നുള്ളത് റണ്ണിങ് എന്ന് പറയുന്നത്. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. ദേ ആർ ഡാഷ് ദ ടി വി അവരെന്താ ചെയ്യുന്നത്? ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണുക എന്നുള്ള ആക്ഷൻ വേർഡിന് എന്താണ്? വാച്ചിങ്. ദേ ആർ വാച്ചിങ് ദ ടി വി. ദെൻ കളിക്കുകയാണ് കുട്ടികളവിടെ. അപ്പോൾ ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. കളിക്കുക എന്നുള്ളതിന് പ്ലേയിങ്. അപ്പോൾ ഇതിൽ 6 ആക്ഷൻ വേർഡ്സാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? സ്കിപ്പിംഗ്, ക്ലൈംബിംഗ്, പിന്നെ റീഡിങ്, റണ്ണിങ്, വാച്ചിങ്, പ്ലേയിങ്. ഇതുപോലൊരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുന്നതിനാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുക. ആ ഒരു വേർഡിനാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. Then 8th activity, the following events from the story, the little hands, big courage are jumbled. സ്റ്റോറി എന്നുള്ള കുറച്ച് ഇവൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. പക്ഷേ അത് ജംബിൾഡ് ഓർഡറിലാണ്, അതായത് കറക്റ്റ് ഓർഡറിലല്ല, ആകെ ഓർഡറൊക്കെ മാറിക്കിടക്കുകയാണ്. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ കറക്റ്റ് ഓർഡർ. അപ്പോൾ അത് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ എഴുതണം. അപ്പോൾ കറക്റ്റ് ഓർഡർ ഞാൻ അവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഏതാ വരിക? ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ദിൽനയും ലിറ്റിൽ ബ്രദറും ബാക്ക് യാർഡിൽ കളിക്കുകയായിരുന്നു. ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അത് കഴിഞ്ഞ് നടക്കുന്ന ഇവൻ്റ് ഏതായിരുന്നു? സ്റ്റോറിയിൽ നിന്ന്
ഇടയ്ക്കിടയ്ക്കുന്ന് എടുത്ത ഇവൻറ്റ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് അവർ കിച്ചണിൽ പോയപ്പോൾ കുക്കി കണ്ട ഇവൻ്റാണ് കൊടുത്തിട്ടുള്ളത്. തിൽന റഷ് ടു ഹർ മദർ ആൻഡ് ഷുക്ക് ഹർ ജെൻലി. മൂന്നാമത്തെ ഇവൻറ്റ് തിൽന അമ്മയെ പോയി കുലുക്കി വിളിക്കുന്നതാണ്. നാലാമത്തെ എന്താണ്? ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അവിടെ ഓടി ഫോണിൻ്റെ അടുത്ത് പോയി ആ ഒരു 101ലേക്ക് വിളിക്കുന്നു. അഞ്ചാമത്തത് 2 ഫയർമെൻ റഷ് ടു ദ ഹൗസ്. ഈ ഒരു അവൾ കോൾ ചെയ്തതിന് ശേഷം ആ ഫയർമെൻ വീട്ടിലേക്ക് വരുന്നു. ആറാമത്തെ എന്താണ്? ദ മദർ സ്മൈൽ അറ്റ് ദ ഫയർമെൻ താങ്ക്ഡ് ദം. മദറിനെ അവർ രക്ഷിച്ചു. അങ്ങനെ ആ മദർ നന്ദിയോടുകൂടി അവരെ നോക്കി സ്മൈൽ ചെയ്യുന്നു. അവസാനത്തെ ഇവൻ്റായിട്ട് ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. അവാർഡ് സ്വീകരിക്കാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന 7 ഇവൻറ്റ്സ് അതിൻ്റെ ഓർഡറായിട്ട് അവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി ആ നമ്പറിൻ്റെ ഓർഡറിൽ എടുത്തിട്ട് നിങ്ങൾ ആ താഴെയുള്ള ഭാഗത്ത് എഴുതി വെക്കണം. സോ ഈ ചാപ്റ്ററിൽ 7 ആക്ടിവിറ്റീസാണുള്ളത്. ആ 7 ആക്ടിവിറ്റീസും നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഡയറി, നോട്ടീസൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവരും നന്നായിട്ട് വായിച്ചും അല്ലെങ്കിൽ എഴുതിയൊക്കെ പഠിച്ചിരിക്കണം. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഓൾ. കീപ്പ് വാച്ചിങ്.